السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, അൽ-അർബഊൻ അൻ-നവവിയ്യയിൽ 13 ഹദീസുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് 14-ാമത്തെ ഹദീസാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഹദീസ് കേൾക്കാം. عن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يحل دم امرئ مسلم إلا بإحدى ثلاث: الثيب الزاني والنفس بالنفس والتارك لدينه المفارق للجماعة. റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. നബി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പൂർണ്ണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇമാം ബുഖാരിയിലെയും മുസ്ലിമിലുമൊക്കെ സനദിൽ നമുക്ക് അബ്ദുല്ലാഹ് എന്നാണ് നമുക്ക് അവസാനത്തിൽ സഹാബിയുടെ പേരായിട്ട് കാണാൻ സാധിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. ഇത്തരം പേരുകൾ കേൾക്കുമ്പോൾ, അബ്ദുല്ലാ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് അബ്ദുള്ളകൾ സഹാബിമാരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സനദിൻ്റെ തൊട്ട് താഴെ ഉള്ളതാരാണ് എന്ന് നോക്കിയിട്ടായിരിക്കും ഇത് അബ്ദുല്ലാഹിബിൻ ഉമർ ആണോ, അതല്ല അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ആണോ, അതല്ല അബ്ദുല്ലാഹിബിൻ സുബൈർ ആണോ, അതല്ല അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുക ആ നിലക്കായിരിക്കും. ഇവിടെ ആ രൂപത്തിലാണ് പണ്ഡിതന്മാരത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് വിശദീകരിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് റാവിയായ മസ്റൂഖാണ്. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലാമീദുകളിൽപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു രീതിയാണ്. മറ്റൊരു രീതി പണ്ഡിതന്മാർ മനസ്സിലാക്കാറുള്ളത് അതിൻ്റെ സനത് പരിശോധിച്ചിട്ട് അത് ഇസ്നാദുൽ കൂഫീനാണോ, കൂഫക്കാരുടെ സനതാണോ, അതല്ല ബസറക്കാരുടെ സനതാണോ, അതല്ല ഹിജാസിലുള്ള സനതാണോ, ഈ രൂപത്തിലും അവർ പറയാറുണ്ട്. അങ്ങനെ കൂഫക്കാരുടെ സനതാണെങ്കിൽ അവരത് പറയും അത് അബ്ദുല്ലാഹിബ്നു മസ്ഊദാണ്, വേറെ ആരുമല്ല. അത് മദീനക്കാരുടെ സനതാണെങ്കിൽ അവർ പറയും അത് അബ്ദുല്ലാഹിബ്നു ഉമറാണ് റളിയല്ലാഹു അൻഹു. മക്കക്കാരുടെ സനതാണെങ്കിൽ അവർ പറയും അത് അബ്ദുല്ലാഹിബ്നു സുബൈറാണ്. അത് ബസ്രക്കാരുടേതാണെങ്കിൽ അവർ പറയും അത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ആണ് റളിയല്ലാഹു അൻഹുമ. മിസ്രികൾ അല്ലെങ്കിൽ ഷാമുകാരുടെ സനതാണെങ്കിൽ അത് അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് ആണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ രൂപത്തിലും പണ്ഡിതന്മാരത് ആരാണെന്ന് തഈൻ ചെയ്ത് പറയും, ഇന്ന ആളാണ് എന്ന് ആ രൂപത്തിൽ പറയും. അതല്ല എങ്കിൽ അബ്ദുല്ലാ എന്ന് പറയുമ്പോൾ ഒരുപാട് സഹാബികൾ അബ്ദുല്ലാ എന്ന പേരിൽ ഉണ്ട്. കേട്ട എല്ലാവരും അബ്ദുല്ലാ എന്ന പേര് ഉള്ളവരാണ് ഒരു അബാദില എന്ന് അറിയപ്പെടാറുണ്ട്. ഹദീസ് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ദമുംരിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ രക്തം ഹലാലാവുകയില്ല ഇല്ലാ ബി ഇഹ്ദാ സലാസ്, മൂന്നാലൊരു മാർഗം മുഖേനയല്ലാതെ, മൂന്നാലൊരു രൂപം വിധേനയല്ലാതെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ കൊല്ലുവാൻ അനുവാദമില്ല, അവൻ്റെ രക്തം ഹലാലാവുകയില്ല. എന്നിട്ട് ആ 3 പേരെ പറഞ്ഞു. ഒന്ന് അസ്സയ്യിബു അസ്സാനി, അസ്സയ്യിബു അസ്സാനി, അവൻ വിവാഹം കഴിച്ചിട്ടുള്ളവനാണ്, വ്യഭിചാരിയാണ്. വിവാഹം കഴിച്ചാൽ വ്യഭിചരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ കൊല്ലപ്പെടും. വന്നഫ്സു ബിന്നഫ്സ്, ഒരാൾ മറ്റൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഖിസാസ് ഉണ്ടാകും, പ്രതിക്രിയ ഉണ്ടാകും, അങ്ങനെയും അത് കൊല്ലാൻ അനുവാദമുള്ളതാണ്. 3 വത്താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിൽ നിന്നും വേർപെട്ടുകൊണ്ട് ദീൻ ഉപേക്ഷിച്ചു പോയ മുർത്തദ്ദായ ആളുകൾ, അവരെയും ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലാണ് അവരുള്ളതെങ്കിൽ നിയമം അവരെ കൊല്ലുക എന്നുള്ളതാണ്. ഈ മൂന്നാലൊരു മാർഗം മുഖേനയല്ലാതെ ഒരു മുസ്ലിമിൻ്റെ രക്തം ചീന്തപ്പെടാൻ പാടില്ല എന്നതാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ
പറഞ്ഞിട്ടുള്ളത്. ഹദീസ് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് വിശദീകരിക്കാം. ലാ യഹില്ലു, ഹലാലാവുകയില്ല എന്നാണ് പറഞ്ഞത്. ലാ യഹില്ലു എന്ന് പറഞ്ഞാൽ ഹലാലാവുകയില്ല എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നതിൽ ഹലാൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ മാ ലാ ഇസ്മ ഫി അലിഹി, ഒരു കാര്യം ചെയ്യുന്നത് അതിൽ യാതൊരു കുറ്റവും ഇല്ലെങ്കിൽ അതിനാണ് ഹലാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ചെയ്യുന്നതിൽ കുറ്റമില്ലെങ്കിൽ അതൊക്കെ ഹലാലാണ്. എന്നാൽ ഹറാം എന്ന് പറയുന്നത് മാ ഫി അലിഹി ഇസ്മുൻ, ഒരു കാര്യം ചെയ്യുന്നതിൽ കുറ്റമുണ്ടെങ്കിൽ അതാണ് ഹറാം. ഒരു കാര്യം ചെയ്യുന്നതിൽ കുറ്റമില്ലെങ്കിൽ അത് ഹലാലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹലാലിൽ ഉൾപ്പെടും, വാജിബുകളായ കാര്യം മുഴുവൻ ഹലാലിൽ ഉൾപ്പെടും. കാരണം വാജിബുകൾ ചെയ്താൽ കുറ്റമില്ല, മറിച്ച് പ്രതിഫലമാണ്. വാജിബായ ഒരു കാര്യം നമ്മൾ ചെയ്താൽ പ്രതിഫലമാണ്, അതുകൊണ്ട് ഈ ഹലാലിൽ ഉൾപ്പെടും. മുസ്തഹബായ കാര്യങ്ങളൊക്കെ ഈ ഹലാലിൽ ഉൾപ്പെടും, കാരണം മുസ്തഹബായ കാര്യം ചെയ്താൽ കുറ്റമല്ല, പ്രതിഫലമാണ്. അതുപോലെ മുബാഹായ കാര്യങ്ങൾ ചെയ്താൽ നമുക്കെന്തുണ്ട്, അത് ഹലാലാണെന്ന് പറയുക. മുബാഹായ കാര്യമാണ്, ശറയിൽ അത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചതോ അങ്ങനെയുള്ളൊരു കാര്യമല്ല. മുബാഹായ ഒരു അനുവദനീയമായ കാര്യം, അത് ചെയ്യുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് അത് ഈ നിലക്ക് എന്തിലാണ്, ഹലാൽ എന്നുള്ളതിലാണ് പെടുക. മക്രൂഹായ കാര്യങ്ങളും ഹലാലാണ്, കാരണം മക്രൂഹായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുറ്റമില്ല, അതുകൊണ്ട് അതും ഹലാലാണ് എന്നാണ് പറയുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, വാജിബും മുസ്തഹബും മുബാഹും മക്രൂഹും, ഇതെല്ലാം ഹലാലായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ചെയ്താൽ കുറ്റമുള്ള കാര്യം അതാണ് ഹറാം എന്ന് പറയുന്ന പരിധിയിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ആദ്യമായി ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ലാ യഹില്ലു ഇംറുഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ ഒരു ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ രക്തം ഹലാലാവുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനെ കൊല്ലുവാൻ പാടില്ല എന്നുള്ളതാണ്. അവൻ്റെ രക്തം അനുവദനീയമാകുകയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനെ കൊല്ലുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമ്മെ അറിയിച്ച വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്ത കാര്യമാണ് കൊലപാതകം എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, ആരെങ്കിലും മനഃപൂർവ്വം ഒരു സത്യവിശ്വാസിയെ കൊന്നാൽ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അളീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് യഥാർത്ഥത്തിൽ അത് നിശ്ചയിക്കുന്ന പാപം, നിശ്ചയിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് കാലാകാലം നരകത്തിൽ കിടക്കുക എന്നുള്ളതാണ്. എന്നാൽ ഷിർക്കോ കുഫ്രോ ഇല്ലാത്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അവന് അർഹിക്കുന്ന ശിക്ഷ അതാണ്. അത്രയും വലിയ ഗൗരവമുള്ള പാപമാണത്. അല്ലാഹു അവനെ കോപിച്ചിരിക്കുന്നു, അവൻ അല്ലാഹുവിൻ്റെ ശാപവുമുണ്ട്. വഅദ്ദ ലഹു അദാബൻ അളീമ, വമ്പിച്ച ശിക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്ന് കൊലപാതകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ കാര്യമാണ് ഇജ്തനിബു അസ്സബഅൽ മുബിഖാത്ത് എന്ന് പറഞ്ഞ് ഷിർക്കും സിഹറും ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞൊരു കാര്യമാണ് വഖത്ലു നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഈ പറയുന്ന ഹക്ക്, ഈ പറയുന്ന അർഹമായ നിലപാടുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഒരു കാര്യമാണ് എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ കാണാം, ലസവാലുദ്ദുന്യ അഹ്വനു അലല്ലാഹി മിൻ ഖത്ലി മുഅ്മിനിൻ ബിഗൈരി ഹഖ്. ഒരു ഹക്കില്ലാതെ ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത്, സത്യവിശ്വാസിയെ കൊല്ലുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവ് മുഴുവൻ നീങ്ങിപ്പോകുന്നതിനേക്കാളും നിസ്സാരമായ കാര്യമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുർആനിലാകട്ടെ ഹദീസുകളിലാകട്ടെ ധാരാളക്കണക്കിന് തെളിവുകൾ കാണാൻ സാധിക്കും. കൊലപാതകം എന്ന് പറയുന്നത് ഇസ്ലാം ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. മുസ്ലിമീങ്ങൾ ഇജ്മാ ഉള്ള വിഷയമാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്നുള്ളത്. ഇവിടെ ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ എന്ന് പറഞ്ഞാൽ രക്തം ഒഴുക്കാൻ പാടില്ല എന്നുദ്ദേശിക്കുന്നത് എന്താണ്? ഏത് നിലക്ക് കൊന്നാലും അങ്ങനെ തന്നെയാണ്. ഒരാൾ വിഷം കൊടുത്ത് കൊന്നാലും ശരി, ഒരാൾ തോക്കെടുത്തുകൊണ്ട് വെടിവെച്ച് കൊന്നാലും ശരി, കത്തി കൊണ്ട് കുത്തിക്കൊന്നാലും ശരി, ഏത് മുഖേന കൊന്നാലും ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും. ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ എന്ന് പറയുമ്പോൾ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, എങ്ങനെ കൊന്നാലും ഏത് രൂപത്തിൽ തന്ത്രം ഉപയോഗിച്ച് ഒരാൾ കൊന്നാലും അതെല്ലാം ഇതിൽ ഉൾപ്പെടും എന്ന കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദമു ഇംറിഇൻ മുസ്ലിമിൻ എന്ന് പറയുമ്പോൾ അത് യശ്മലു ദക്കർ വല്ലും, ആണും പെണ്ണും ഒക്കെ അതിൽ ഉൾക്കൊള്ളും. പുരുഷനെ മാത്രമെന്നല്ല, ആണിനാകട്ടെ പെണ്ണിനാകട്ടെ ദീനുൽ ഇസ്ലാം കൊന്നു കഴിഞ്ഞാൽ
ഒരേ നിയമമാണ് എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില റിവായത്തിൽ ആ മുസ്ലിം അവനുണ്ടായിരിക്കേണ്ട ഗുണം എന്താണ് എന്നുകൂടി വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. എന്താണ് വന്നിട്ടുള്ളത്? അത് യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. ഇമാം നവവി റഹിമഹുല്ലാഹ് അത് കൊടുത്തിട്ടില്ല, എന്നാൽ ഇമാം ബുഖാരിയുടെ മുസ്ലിമിൻ്റെയൊക്കെ റിവായത്തിൽ അതുണ്ട്. ലാ ഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ എന്ന് പറഞ്ഞിട്ട് യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. ആരാണ് മുസ്ലിം എന്ന് പറയുന്ന സിഫത്താണത്. അത്തരം സിഫത്തുകൾക്ക് സിഫത്തുൻ ലാസിമ എന്ന് പറയും, അഥവാ തൊട്ടു മുമ്പിലുള്ള കാര്യത്തെ വിശദീകരിക്കുന്നതായ സിഫത്തുകളാണത്. അതല്ലാതെ അതൊരു ഖൈദ് പറഞ്ഞതല്ല. മുഅ്മിൻ്റെ കൂട്ടത്തിൽ, മുസ്ലിമിൻ്റെ കൂട്ടത്തിൽ രണ്ട് രൂപത്തിലില്ല. അള്ളാഹുൽ റസൂലും വിശ്വസിക്കാത്തൊരു മുസ്ലിം, അള്ളാഹുൽ റസൂലും വിശ്വസിക്കുന്നൊരു മുസ്ലിം, അങ്ങനെയല്ല. മറിച്ച് മുസ്ലിം, ആരാണൊരു മുസ്ലിം എന്ന് ചോദിച്ചാൽ അവൻ അല്ലദീ യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അവനാണ് മുസ്ലിം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദൻ റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ രക്തം അനുവദനീയമാകുകയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എപ്പോഴാണ് അവൻ്റെ രക്തം അനുവദനീയമാകുന്നത്? സഹോദരങ്ങളെ ഇവിടെ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ എന്ന് പറയുമ്പോൾ മുസ്ലിമിൻ്റെ രക്തം അനുവദനീയമാകുകയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മഫ്ഹൂമുൽ മുഖാലഫ്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാഫിറിൻ്റെ രക്തം അങ്ങനെയല്ല, പക്ഷെ അത് നിരുപാധികമല്ല. നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. കാഫിറുകളെക്കുറിച്ച് അത് രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, മുസ്ലിമിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാകുന്ന, മുസ്ലിമിനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള കാഫിറുൻ ഹർബിയുണ്ട്. അത്തരത്തിലുള്ള കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിനു വേണ്ടി മുസ്ലിമീങ്ങളെ സമീപിക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങൾക്ക് അവരെ കൊല്ലാവുന്നതാണ്. അതിന് അനുവാദമുണ്ട്. മുസ്ലിമീങ്ങൾക്കതിന് അനുവാദമുണ്ട്. ഒരു ഭരണാധികാരിയുടെ കീഴിലായിരിക്കും അതൊക്കെ സംഭവിക്കുക. അത്തരം ഹർബിയായ കാഫിറുകളെ ആ രൂപത്തിൽ കൊല്ലാവുന്നതാണ്. എന്നാൽ കാഫിറുൻ ഗൈറു ഹർബി, ഹർബി അല്ലാത്ത കാഫിറുകൾ മൂന്നിനങ്ങളുണ്ട്. ആ മൂന്നിനങ്ങളെയും കൊല്ലുവാൻ അനുവാദമില്ല. ഒന്ന് മുആഹദാണ്, മുസ്ലിമീങ്ങളുമായി ഉടമ്പടിയിൽ കഴിയുന്ന ആളുകളാണ്. നമ്മളൊക്കെ ഈ രാജ്യത്ത് ഇവിടെയുള്ള ഇതര മതസ്ഥരുമായിട്ടൊക്കെ നമ്മൾ ഉടമ്പടിയിലാണ് ഇവിടെ ഉള്ളത്. അവരുടെ രക്തം അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവാദമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ മുസ്തഅമിൻ, ഒരു ഇസ്ലാമിക രാജ്യത്ത് അവിടെയുള്ള ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിം, അയാൾക്ക് അവിടെ ഒരു നിർഭയത്വം കൊടുത്തുകൊണ്ട് അയാൾ അവിടേക്ക് ക്ഷണിക്കുകയാണ്. അയാൾക്കൊരു വിസ കൊടുത്തു, അല്ലെങ്കിൽ ആ രൂപത്തിൽ അയാൾ അവിടെ ക്ഷണിച്ചു, അയാൾക്കൊരു വിസ എടുത്തു. അങ്ങനെ ഒരാൾ ജോലിക്ക് വന്നു, ഒരു ഇസ്ലാമിക രാജ്യത്തുള്ള ഒരു മുസ്ലിം, അയാളൊരു ജോലിക്ക് വേണ്ടി ഒരാൾക്ക് വിസ അയച്ചു കൊടുത്തു, അയാൾ കമ്പനിയിലേക്ക്. അയാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ മുസ്തഅമിനാണ്. അയാളെ പിന്നെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിക ഭരണകൂടത്തിന് പാടില്ലാത്ത കാര്യമാണ്. ഒരാൾ അങ്ങനെ അയാളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരാൾക്കും അയാളെ തൊടാൻ അനുവാദമില്ല. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. മൂന്നാമത്തേത് അത് ദിമ്മിയാണ്. മുസ്ലിമീങ്ങളുടെ കീഴിൽ കപ്പം കൊടുത്തുകൊണ്ട് കഴിയുന്ന ദിമ്മികളായ ആളുകളുണ്ട് എങ്കിൽ അവരെയും കൊല്ലുവാൻ അനുവാദമില്ല. ഈ മൂന്ന് വിഭാഗവും കുഫാറുകൾ തന്നെയാണ്, സത്യനിഷേധികൾ തന്നെയാണ്. പക്ഷെ അവരെ ഒരു നിലക്കും കൊല്ലുവാൻ അനുവാദമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന. ആരെങ്കിലും മുസ്ലിമീങ്ങളോട് ഉടമ്പടിയിൽ കഴിയുന്ന ഒരു സത്യനിഷേധിയെ കൊന്നാൽ അവന് സ്വർഗം ലഭിക്കുകയില്ല എന്നല്ല, മറിച്ച് ലം യരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കാൻ പോലും കഴിയില്ല. നമുക്ക് കാണാൻ സാധിക്കും സ്വർഗത്തിൻ്റെ പരിമളം. അത് മാസങ്ങളോളം വഴിദൂരം അത് അടിച്ചു വീശുന്നതാണ്. അപ്പോൾ അവന് സ്വർഗം നിഷിദ്ധമാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അത് മനസ്സിലാകുക. അതുകൊണ്ട് ആരുടെയൊക്കെ രക്തമാണ് സംരക്ഷിക്കപ്പെടുക? ഒന്ന്, മുസ്ലിമിൻ്റെ രക്തം അത് സംരക്ഷിക്കപ്പെടും. അത് മുസ്ലിം രണ്ട് രൂപത്തിൽ പറയും. നമുക്കൊരാൾ ലാഹിറും ബാത്തിനും മുസ്ലിം ആയിട്ടുള്ള ആളുകളുണ്ടാകും. യഥാർത്ഥത്തിലുള്ള മുസ്ലിം, അവൻ്റെ ഈമാൻ കൊണ്ട് തന്നെ അവൻ്റെ രക്തം സംരക്ഷിക്കപ്പെടുകയാണ്. ഇനി ലാഹിറായിട്ട് മുസ്ലിമായിട്ട് ഉള്ളിൽ കുഫറുള്ള മുനാഫിക്കുകൾ ഉണ്ടാകും, അവരുടെ രക്തവും സംരക്ഷിക്കപ്പെടും. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിലുള്ള ആ കുഫർ അത് തിരിച്ചറിയാൻ യാതൊരു മാർഗവും നമുക്കില്ല. അവൻ്റെ ലാഹിറായ ഇസ്ലാം പരിഗണിച്ചുകൊണ്ട് അവൻ്റെ രക്തം സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്കാണ് മുനാഫിക്കുകളായ ആളുകളോട് പെരുമാറിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അവൻ്റെ ഉള്ളിൽ അത് കടുത്ത കുഫറായിരിക്കും, ഇസ്ലാമിൻ്റെ ശത്രുവായിരിക്കും. പക്ഷെ അവൻ്റെ ലാഹിർ, അവൻ നിസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്, അങ്ങനെ മുസ്ലിമായിട്ടാണ് അവനുള്ളത് എങ്കിൽ
അവനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ നമുക്ക് ബാഹ്യമായി മുസ്ലിമായി പരിഗണിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഹർബിയായ കാഫിറാണ്, അവൻ ഹാല കൗനിഹി മുഹാരിബൻ, യുദ്ധം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവനെ നമുക്ക് വധിക്കുക എന്നുള്ളത് അത് അനുവാദമുണ്ട്. എന്നാൽ അതല്ലാത്ത നാം പറഞ്ഞ 3 വിഭാഗങ്ങൾ, അത് മുആഹദാകട്ടെ, മുസ്തഅ്മിനാകട്ടെ, ദിമ്മിയാകട്ടെ, ഇവരാരെയും വധിക്കുവാൻ, ഇവരാരുടെയും രക്തം ചീന്തുവാൻ അനുവാദമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബി ഇഹ്ദാ സലാസ്, മൂന്നാലൊരു കാര്യം ഒഴികെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇല്ലാ ബി ഇഹ്ദാ സലാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ബി സലാസ് എന്ന് പറഞ്ഞിട്ടില്ല, 3 കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. കാരണം 3-ൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ അവൻ്റെ രക്തം അനുവദനീയമാകും. ഇനി പറയാൻ പോകുന്ന 3 ഒരാളുടെ രക്തം അനുവദനീയമാകുന്ന വൻ പാപങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് ഒരാൾ ചെയ്താൽ തന്നെ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് അയാളെ വധിക്കുവാനുള്ള അനുവാദമുണ്ട്. അതാണ് ഇല്ലാ ബി ഇഹ്ദാ സലാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലാ ബി ഇഹ്ദാ സലാസ്, 3-ൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് ആ കാര്യം? 1 അസ്സയ്യിബു അസ്സാനി, വിവാഹിതനായ വ്യഭിചാരി. അസ്സയ്യിബു അസ്സാനി, വിവാഹിതനായ വ്യഭിചാരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സഹോദരങ്ങളെ, ആരാണ് അസ്സയ്യിബ്, ആരാണ് അസ്സാനി? അസ്സാനി എന്ന് പറഞ്ഞാൽ അവന് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ, അവൻ്റെ ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീയെ വ്യഭിചരിച്ചവനാണ് അസ്സാനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്സാനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ, അവൻ അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ വ്യഭിചരിച്ചവനെയാണ്. ആരാണ് അസ്സയ്യിബ് എന്ന് പറഞ്ഞാൽ ആരാണ്? അസ്സയ്യിബ് എന്ന് പറഞ്ഞാൽ വിവാഹിതൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സഹോദരങ്ങളെ, ബുദ്ധിയുള്ള, പ്രായപൂർത്തിയെത്തിയ, സ്വതന്ത്രനായ ഒരാൾ. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അവൻ അസ്സയ്യിബ് എന്ന കാര്യത്തിലേക്ക് ഉൾപ്പെടും. അസ്സയ്യിബ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച ഒരാളാണ്. അങ്ങനെ വിവാഹം കഴിച്ചൊരു വ്യക്തി, അയാളൊരു വിവാഹം കഴിച്ച് ഒരു പെണ്ണുമായി കൂടിയിട്ടുണ്ട്. പിന്നീട് അവൻ ആ പെണ്ണിനെ ത്വലാക്ക് ചെയ്തു. 20 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ വർഷങ്ങളോളം, കാലങ്ങളോൾക്ക് ശേഷം അവൻ മറ്റൊരു സ്ത്രീയുമായി വ്യഭിചരിച്ചാൽ അവനും അസ്സയ്യിബു അസ്സാനിയാണ്. കാരണം അവൻ വിവാഹബന്ധം അവനുണ്ടായിട്ടുണ്ട്. അഥവാ അവൻ്റെ കൂടെ ഭാര്യ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അവൻ്റെ വിവാഹം, ശർഈയായ വിവാഹം അവന് കഴിഞ്ഞിരിക്കണം. അപ്പോഴാണ് അസ്സയ്യിബു അസ്സാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യഭിചാരിയായ ഒരു യുവാവ് വ്യഭിചരിച്ചു, വിവാഹം കഴിച്ചിട്ടില്ല, അവൻ അസ്സയ്യിബു അസ്സാനി എന്ന് പറയുകയില്ല. മറിച്ച് ശർഈയായ വിവാഹം കഴിച്ച ഒരുവൻ അവൻ വ്യഭിചരിക്കുമ്പോഴാണ് അസ്സയ്യിബു അസ്സാനി എന്ന് പറയുക. അവൻ വ്യഭിചരിക്കുമ്പോഴാണ് അസ്സയ്യിബു അസ്സാനി, അവൻ്റെ രക്തമാണ് ഹലാലാകുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്, എങ്ങനെയാണ് വബിമാ യസ്ബുതു സിന, വ്യഭിചാരം എങ്ങനെയാണ് സ്ഥിരപ്പെടുക? ഒരാൾ വ്യഭിചരിച്ചു എന്ന് പറയണമെങ്കിൽ എപ്പോഴാണ് അതിന് സാധിക്കുക? 2 രൂപത്തിലേ ഉള്ളൂ ഒരു കാര്യം ഒരാൾ വ്യഭിചരിച്ചു എന്ന് പറയുക. അതിലൊന്നാമത്തേത് അൽ ഇഖ്റാറാണ്. വ്യഭിചരിച്ച ആണാകട്ടെ പെണ്ണാകട്ടെ അവർ അത് സമ്മതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിക ഭരണകൂടം അത് അവരിൽ നിന്നും കേട്ട് കഴിഞ്ഞാൽ, കാളി നിയോഗിച്ച ആൾ അത് കേട്ട് കഴിഞ്ഞാൽ അയാളെ എന്തു ചെയ്യുന്നതാണ്? ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക ശരീഅത്ത് കൊണ്ടു നടക്കുന്ന രാജ്യമാണ് എങ്കിൽ അവർക്കുള്ള ശിക്ഷ, അവരെറിഞ്ഞു കൊല്ലുക എന്നുള്ള ശിക്ഷ നടപ്പാക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടപ്പാക്കിയിട്ടുണ്ട്. മാഇസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പാക്കിയിട്ടുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തഹീർനി യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂൽ എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തെറ്റ് ഏറ്റുപറയുകയാണ്. അദ്ദേഹം 4 പ്രാവശ്യം അത് ഏറ്റുപറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രാവശ്യം തിരിച്ചയക്കുകയായിരുന്നു. 4 പ്രാവശ്യം അദ്ദേഹം ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് അയാൾ 4 പ്രാവശ്യം ഏറ്റുപറയണമെന്നാണ്. അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഒരാൾ 1 പ്രാവശ്യം ഏറ്റുപറഞ്ഞാൽ തന്നെ അത് മതിയായതാണ്. എന്നാൽ ഏറ്റവും സൂക്ഷ്മത എന്ന നിലക്ക് പണ്ഡിതന്മാർ പറഞ്ഞത് 4 പ്രാവശ്യം ഏറ്റുപറയുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അങ്ങനെ 3 പ്രാവശ്യം മടക്കി 4ാമത്തെ പ്രാവശ്യവും കൂടി അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അത് സ്വീകരിച്ചത് എന്നാണ്. അത് അയാളുടെ കീഴിലാണ് കാര്യം നടക്കുക, ഖാദിയാണ് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ വ്യക്തമായി അയാളുടെ സംസാരത്തെ മനസ്സിലായി കഴിഞ്ഞാൽ ഖാദിക്ക് തീരുമാനിക്കാം 1 2 പ്രാവശ്യം പറഞ്ഞാൽ. ഇതാണൊന്ന്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, 4 സാക്ഷികൾ ഉണ്ടാകണം. ഷഹാദത്തു 4 ഷുഹൂദിൻ മഅ ഇത്തിഹാദിൽ ഫിഅലി വസ്സമാൻ എന്നാണ് പണ്ഡിതന്മാർ പറയുക. 4 ആളുകൾ ഈ വ്യഭിചാരം കണ്ടിരിക്കണം. ഈ 4 ആളുകളും
ഒരേ നിലക്ക് ആ പ്രവൃത്തി കാണണം, ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ഒരേ സമയത്ത് തന്നെ കാണുകയും വേണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് പറഞ്ഞു 4 ആളുകൾ സാക്ഷി വേണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, വ്യഭിചരിക്കുന്നത് കൃത്യമായി കാണണം. അങ്ങനെയുള്ളവരെയാണ് ഇസ്ലാം അത് പരിഗണിക്കുന്നത്. വ്യഭിചാരമായി പരിഗണിച്ച ഒരാളെ വ്യഭിചാരി എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന 4 ആളുകളും വ്യഭിചാരം കൃത്യമായി കാണണം. ഒരാണൊരു പെണ്ണിൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ടാൽ അത് അയാൾക്ക് സാക്ഷി പറയാൻ സാധിക്കുകയില്ല. ഇസ്ലാമിക കോടതിയിൽ വന്ന് ഇന്നയാൾ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു, എന്താണ് തെളിവ്? ഒരാൾ പുറത്തുനിന്ന് വരുന്നത് കണ്ടു, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു, അത് സ്വീകരിക്കപ്പെടുകയില്ല. അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ ചുംബിക്കുന്നതോ അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുന്നതോ കണ്ടാൽ, ആ രൂപത്തിൽ കണ്ടാൽ പോലും അത് വ്യഭിചരിച്ചു എന്ന് ശർഈയായ അവന് കുറ്റാരോപിതനാകുന്ന രൂപത്തിൽ അത് പറയുകയില്ല. മറിച്ച് കൃത്യമായി ആൺ സ്ത്രീയുടെ ലൈംഗിക അവയവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അവൻ കാണുക തന്നെ വേണം. ഒരാൾ കണ്ടാൽ പോരാ, 4 ആൾ അങ്ങനെ കണ്ടിരിക്കണം. അഥവാ അത്ര പരസ്യമായി വ്യഭിചരിക്കുന്ന ഒരുവനാണ് ഈ ഒരു വിഷയത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഇനി 4 പേരും സഹോദരങ്ങളെ ഒരേ സ്ഥലത്തുനിന്ന് കാണണം. ഒരാൾ പറയുകയാണ് ഞാൻ ഇന്ന ഫ്ലാറ്റിൽ നിന്നാണ് കണ്ടത്, അല്ല ഇന്ന റൂമിൽ നിന്നാണ് കണ്ടത്. 3 ആളുടെ അഭിപ്രായം 1-ാമത്തെ നിലയിൽ നിന്നാണ്, ഒരാൾ പറഞ്ഞു 4-ാമത്തെ നിലയിലാണ്, അവിടെ ഷഹാദത്ത് പൂർണ്ണമാകുകയില്ല എന്നാണ്. അല്ലെങ്കിൽ വേറൊരാൾ സമയം മാറിപ്പോയി, ഒരാൾ പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ച രാത്രിയാണ് കണ്ടത്, വേറൊരാൾ പറഞ്ഞു അല്ല ഞാൻ ശനിയാഴ്ച രാവിലെയാണ് കണ്ടത്. 3 ആൾ ഒരു സമയമാണ് പറഞ്ഞത്, 4-ാമത്തെ ആൾ സമയം മാറി, അപ്പോഴും അത് സാക്ഷ്യം ശരിയാവുകയില്ല. 4 ആളുകൾ അവരുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കണം, അത് ഒരേ സമയത്തും ഒരേ സ്ഥലത്തുമായിരിക്കണം. അതിനെയാണ് പണ്ഡിതന്മാർ പരിഗണിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ ഒരു സിന സ്ഥിരപ്പെട്ടതായി ശരീഅത്തിൽ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സിന സ്ഥിരപ്പെട്ടതായി ശരീഅത്തിൽ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമാത്രം ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിനൊക്കെ പവിത്രത നൽകിയിട്ടുണ്ട്. ആർക്കും ആരെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആരോപിച്ചിട്ട് ഇന്നാൾ വ്യഭിചരിച്ചിട്ടുണ്ട്, ഇന്നാൾ വ്യഭിചരിച്ചിട്ടുണ്ട്, ഇന്ന സ്ത്രീ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് ഇസ്ലാമിക ശരീഅത്തിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത് വ്യഭിചാരത്തിൻ്റെ ഖിസാസ്, അതിൻ്റെ പ്രതിക്രിയ അത് നടന്നിട്ടുള്ളത് എങ്ങനെയാണ്? അത് നടന്നിട്ടുള്ളത് സഹോദരങ്ങളെ ഇങ്ങനെ ഏറ്റുപറയുന്ന സാഹചര്യത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. എന്നെ ഇവിടെ പറഞ്ഞു അസയ്യിബുസാനി എന്നാണ് പറഞ്ഞത്, വിവാഹിതനായ വ്യഭിചാരി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അൽബിക്രുസാനി, വിവാഹിതനല്ലാത്ത ഒരു യുവാവ് അയാൾ വ്യഭിചരിച്ചാലോ അതിൻ്റെ നിയമം വേറെയാണ്. അതിൻ്റെ നിയമം വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പഠിപ്പിച്ചത് അയാൾക്ക് 100 അടിയാണ്, ചാട്ടാവാറ് കൊണ്ട് 100 അടിയാണ്. അതുപോലെ 1 വർഷത്തേക്ക് അയാളെ നാട് കടത്തും എന്നുള്ളതാണ്. 1 വർഷത്തേക്ക് അയാളെ നാട് കടത്തുന്നതായിരിക്കും. അയാളെ നാട്ടിലേക്ക് നിൽക്കാൻ അനുവാദം ഉണ്ടാവില്ല. മറ്റൊരു നാട്ടിലേക്ക് ഇസ്ലാമിക ഭരണകൂടം അയാളെ അയക്കുന്നതായിരിക്കും. അപ്പോൾ വിവാഹിതനായ വ്യഭിചാരി അയാൾ കൊല്ലപ്പെടുന്നതാണ്. എന്നാൽ വിവാഹിതനല്ലാത്ത വ്യഭിചാരി അയാൾ 100 അടിയാണ് അയാൾക്കുണ്ടാകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് രണ്ടും വേർതിരിച്ചത്? കാരണം ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അത് രണ്ടും വേർതിരിച്ചത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമമാണ്. അതാണ് അതിന് ഏറ്റവും വലിയ ഉത്തരം. അല്ലാഹു തആല അങ്ങനെയാണ് നിയമമാക്കിയത്, അത് അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ്. വ്യഭിചാരി അത് വിവാഹിതനാണെങ്കിൽ അയാളെ കൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ അയാൾ വിവാഹം കഴിച്ചവനല്ലെങ്കിൽ കൊല്ലേണ്ടതില്ല, അയാൾ 100 തവണ അടിക്കുക എന്നുള്ളതാണ് നിയമം. എന്നാലും പണ്ഡിതന്മാർ അതിൻ്റെ ചില ഹിക്മത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അവർ പറഞ്ഞു, വിവാഹിതനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു സ്ത്രീയോട് അയാൾക്കുണ്ടാകുന്ന ആ അടുപ്പവും ബന്ധവും ഒക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അയാളുടെ ഭാര്യയെ മറ്റൊരാൾ വ്യഭിചരിക്കുക എന്ന് പറയുന്നത് ആ ഭാര്യ അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും, അവൻ വെറുക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ പോലും മറ്റൊരാൾ വ്യഭിചരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഗൗരവത്തോടു കൂടിയും എത്രമാത്രം വേദനാജകമായ കാര്യമാണെന്നുള്ളത് വിവാഹിതനായ ഒരു വ്യക്തിക്ക് ശരിക്കും അറിയാൻ പറ്റുന്നതാണ്. എന്നാൽ ഈ ഒരു ചിന്തയൊന്നും ഒരു വിവാഹം കഴിക്കാത്ത ഒരാൾക്ക് ഉണ്ടാവുകയില്ല. വിവാഹം കഴിച്ച ഒരാൾക്കാണ് ആ സ്ത്രീയുടെ വിലയും ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വിവാഹം കഴിച്ചതിന് ശേഷവും ഒരു ഭാര്യയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തായി നൽകിയതിന് ശേഷവും ഇവൻ മറ്റൊരാളുടെ ഭാര്യയോട് കിടപ്പറ പങ്കിട്ടാൽ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൃത്യമായി അവനെ ശിക്ഷിക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ്. അതുപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, യുവാക്കളായ ആളുകൾക്ക് വിവാഹം കഴിച്ച ആളുകളെക്കാളും സബറുണ്ടാകുന്നതാണ്. കാരണം ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് കൂടുതൽ സ്ത്രീയുടെ വിഷയങ്ങൾ അറിയുക, അവരാണ് കൂടുതൽ വ്യഭിചാരത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളത് എന്നാണ്.
അതുകൊണ്ട് അത്തരക്കാരായ ആളുകൾ വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കാൻ ശക്തമായ നിയമമാണ് അവർക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ കൊല്ലപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് അവർ കൂടുതൽ ശ്രദ്ധിക്കും. കൂടുതൽ ശഹവത്ത് അവർക്കാണ് ഉണ്ടാവുക. അതുകൊണ്ട് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നവരായിരിക്കും. എന്നാൽ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, വിവാഹം കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവരുടെ കണ്ണിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവർ ശരിയായ രൂപത്തിൽ നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. എന്നാൽ വിവാഹം കഴിഞ്ഞ ഒരാൾക്ക് ഒരു പക്ഷേ ഭാര്യയെ വിട്ടു നിൽക്കുമ്പോൾ അത് വലിയ പ്രയാസമുള്ളതായിരിക്കും. എന്നാൽ വിവാഹം കഴിയാത്ത ആൾ 25-30 വയസ്സായാൽ അയാൾക്കുണ്ടാകുന്നതിനേക്കാളും ഫിത്തനയായിരിക്കും ഒരു വിവാഹം കഴിഞ്ഞ വ്യക്തിക്ക് കുറഞ്ഞ കാലം തൻ്റെ ഭാര്യയെ വിട്ടു നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവൻ ശഹവത്തിലേക്ക്, ഹറാമുകളിലേക്ക് പോകാനുള്ള സാധ്യത ചിലപ്പോൾ കൂടും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട്, അടിമകളോടുള്ള കാരുണ്യമായിട്ട് ഓരോ നിയമവും വെച്ചിട്ടുള്ളത് അടിമകളത് ചെയ്യാതിരിക്കാനാണ്. നാളെ പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ആരുടെ അഭിമാനവും പിച്ച് ചീന്താതിരിക്കാൻ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ള നിയമമാണിത്. അതുകൊണ്ടിത് മഹത്തരമായ നിയമമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അൽബിക്റുസാനി അഥവാ യുവാവായ, വിവാഹം കഴിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നിയമമല്ല, മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം 100 അടിയും നാട് കടത്തലുമാണ് എന്നതാണ്. ഇനി പണ്ഡിതന്മാരവിടെ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമാണ് ഹൽ യദ്ഖുലു അമലു ഖൗമി ലൂത്ത് ഫി ഹാദിഹിൽ ജുംല അസ്സയ്യിബു സാനി. ഒരാൾ, വിവാഹിതനായൊരു വ്യക്തി അല്ലെങ്കിൽ വിവാഹിതനല്ലാത്തൊരു വ്യക്തി ഖൗമു ലൂത്തിൻ്റെ അഥവാ ലിവാത്ത് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, ലിവാത്ത് ഒരേ വർഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നിയമം എന്താണ് എന്നാണ്. ഉലമാക്കളുടെ ഇജ്മാ ഉള്ള കാര്യമാണത്, വൻപാപത്തിൽപ്പെട്ട കാര്യമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇനി അവർക്കും ഇതേ നിയമമാണോ, അഥവാ അവരിൽപ്പെട്ട വിവാഹം കഴിയാത്ത ആളുകളെ അത് 100 അടിയടിക്കുകയും വിവാഹം കഴിഞ്ഞവരെ കൊല്ലുകയും ചെയ്യുന്ന എന്ന നിയമമാണോ അവർക്കുള്ളത്? ഇതിനോട് ഖിയാസാക്കിയിട്ടുള്ള നിയമമാണോ, അതല്ല മറ്റെന്തെങ്കിലും നിയമം അവർക്കുണ്ടോ എന്നുള്ളതാണ്. പണ്ഡിതന്മാരിൽ ചെറിയൊരു വിഭാഗം പറഞ്ഞിട്ടുള്ളത് ഇതേ നിയമം ഖിയാസാക്കുക എന്നുള്ളതാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ചിലർ പറഞ്ഞു അത് സഹാബത്തിൻ്റെ ഇജ്മാ എന്നാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ സഹാബത്തിൻ്റെ ഇജ്മാ ആണ്. അവൻ കല്യാണം കഴിക്കാത്തവനാകട്ടെ കല്യാണം കഴിച്ചവനാകട്ടെ ഖൗമുലൂത്തിൻ്റെ പണിയെടുത്തവൻ, അവനുള്ള ശിക്ഷ എന്ന് പറയുന്നത് അവനെ കൊല്ലുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഓമൻ വജതുമുഹു യഅമലു അമല ഖൗമിലൂത്ത്. ആരെങ്കിലും ഖൗമുലൂത്തിൻ്റെ പണിയെടുക്കുന്നത് കണ്ടാൽ, അങ്ങനെ ഒരുത്തനെ ഉണ്ടായാൽ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി. ആ ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും രണ്ടുപേരെയും, ഇതിനെ സഹകരിച്ചവനെയും ഇതിനെ ചെയ്തവനെയും രണ്ടുപേരെയും കൊന്നുകളയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് സലഫുകൾക്കിടയിൽ, സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് എങ്ങനെ കൊല്ലണമെന്നാണ്. ചിലർ പറഞ്ഞു വ്യഭിചാരിയെ കൊല്ലുന്നത് പോലെ കല്ലെറിഞ്ഞുകൊണ്ട് കൊല്ലുക. വേറെ ചിലർ പറഞ്ഞു അല്ല, തീയിട്ട് കരിക്കണം എന്നുവരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, കാരണം അത്രയും ഗൗരവമുള്ള പാപമായതിനാൽ. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു വലിയ കെട്ടിടങ്ങളിൽ നിന്നും, ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും, കുന്നിൻ മുകളിൽ നിന്നും മറ്റുമൊക്കെ താഴേക്ക് ഇട്ടുകൊണ്ട് അവരെ കൊല്ലണം എന്നും പറഞ്ഞതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് വലിയുൽ അംർ അല്ലെങ്കിൽ ഖാദിക്ക് അത് തീരുമാനിക്കാം എന്നുള്ളതാണ്. തീ കൊണ്ട് കരിക്കുക എന്നുള്ള അവരഭിപ്രായം മാറ്റിവെച്ചുകൊണ്ട്, കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് തീ കൊണ്ട് കരിക്കാനുള്ള അനുവാദമുള്ളൂ. അതല്ലാത്ത ഏത് ശിക്ഷയാണ് അവന് കൊടുക്കേണ്ടത്, അവനെ കൊല്ലുവാനായിട്ട് അത് ഖാദിക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം അസ്സയ്യിബുസ്സാനി എന്ന കാര്യമാണ്. അതായത് ഒരാൾ വിവാഹിതനാവുകയും അങ്ങനെ അവൻ വ്യഭിചരിക്കുകയും ചെയ്താൽ അവനെ കൊല്ലപ്പെടും. എങ്ങനെയാണ് കൊല്ലപ്പെടുക? അതിൻ്റെ രൂപം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. കല്ലുകൊണ്ട് എറിഞ്ഞിട്ടാണ് കൊല്ലപ്പെടുക. അവനെ മറ്റെന്തെങ്കിലുമല്ല, വാളുകൊണ്ട് വെട്ടുക ഒന്നുമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കല്ലുകൊണ്ട് എറിഞ്ഞ് കൊല്ലപ്പെടുക എന്നുള്ള നിയമം ഉണ്ടാക്കിയത്? പണ്ഡിതന്മാർ പറഞ്ഞു അതിൻ്റെ ഹിക്മത്ത്, കാരണം വ്യഭിചരിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ശരീരം മുഴുവനും ആസ്വദിക്കുന്നുണ്ട്, ഹറാമായ ആസ്വാദനം അവന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ശരീരം മുഴുവനും വേദന അനുഭവിക്കുക എന്നുള്ളതാണ്. കഴുത്തിന് മാത്രം വെട്ട് കിട്ടിയാൽ പോരാ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു അവയവം മാത്രം മുറിച്ചു നീക്കിയിട്ടോ മറ്റോ ഒന്നും അവൻ കൊല്ലപ്പെട്ടാൽ പോരാ. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ വേദന അനുഭവിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അവനെ പൊതുവായൊരു സ്ഥലത്ത് നിർത്തി കല്ലെറിഞ്ഞുകൊണ്ട് കൊല്ലുക എന്നുള്ള വലിയൊരു ശിക്ഷ നിയമമാക്കിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, വന്നഫ്സു ബിൻ നഫ്സ്. രണ്ടാമത്തെ കാര്യം, ഒരാളുടെ രക്തം അനുവദനീയമാകുന്നത്
വന്നഫ്സു ബിൻ നഫ്സ്, ഒരാൾ മറ്റൊരാളെ കൊന്നിട്ടുണ്ട് എങ്കിൽ അതിന് പകരമായി പ്രതിക്രിയയായിട്ട് അയാളെ കൊല്ലാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, ഇങ്ങനെ കൊല്ലുന്ന സമയത്ത് ഈ രണ്ട് മുസ്ലിമിൻ്റെ തമ്മിലുള്ള ഫضലോ കാര്യങ്ങളോ ഒന്നും നോക്കുകയില്ല. അതായത് ഇവിടെ ഒരു മുസ്ലിമിന് പകരം മറ്റൊരു മുസ്ലിം ഇത്രയേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൊന്നവൻ വലിയൊരു പണ്ഡിതനാണ് എന്ന് വിചാരിക്കുക, കൊല്ലപ്പെട്ടവൻ അങ്ങേയറ്റത്തൊരു ജാഹിലാണെന്ന് വിചാരിക്കുക. എന്നാലും ആ ജാഹിലായ ഒരു മുസ്ലിമിന് വേണ്ടി വലിയ പണ്ഡിതനായ ഈ വ്യക്തി കൊല്ലപ്പെടും. ഇനി കൊന്നവൻ ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ഒരു ആളാണ് എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും കൊല്ലപ്പെട്ടവൻ ഒരു മുസ്ലിമാണ് എങ്കിൽ അതിനു പകരമായി ആ രാജാവിൻ്റെ കുടുംബമായിരിക്കാം, ഭരണാധികാരിയുടെ കുടുംബമായിരിക്കാം, അതൊന്നും പരിഗണിക്കപ്പെടുകയില്ല എന്നാണ്. ഒരു മുസ്ലിമിന് പകരം മറ്റൊരു മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നാൽ അതിന് പകരം ഇയാൾ കൊല്ലപ്പെടും എന്നുള്ളതാണ്. ഇനി കൊലപാതകം അത് 3 രൂപത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഒന്ന്, അത് അൽ ഖത്ലുൽ അംദ് എന്ന് പറയും, മനഃപൂർവ്വം കൊല്ലുക എന്നുള്ളതാണ്. മനഃപൂർവ്വം കൊല്ലുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുക? ഖാദി തീരുമാനിക്കുന്നത് പൊതുവെ ആളുകൾ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തു കൊണ്ട് ആക്രമിച്ചിട്ടാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ അത് മനഃപൂർവ്വമുള്ള കൊലയായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഉദാഹരണത്തിന് ഒരാൾ കത്തിയെടുത്ത് വയറിൽ കുത്തിയിറക്കി, അല്ലെങ്കിൽ കഴുത്ത് മുറിച്ചു, അല്ലെങ്കിൽ ആ രൂപത്തിൽ വിഷം ഇയാൾക്ക് നൽകി, മരിച്ചു പോകുന്നൊരു വിഷം നൽകി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് കഴുത്തിന് പിടിച്ചു കെട്ടി, ഇങ്ങനെയൊക്കെയാണ് ഒരാൾ മരണപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ കൊലപാതകം അത് മനഃപൂർവ്വമുള്ള കൊല എന്നുള്ള പരിധിയിലാണ് പെടുക. അവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിക്രിയയുണ്ട്, അവൻ കൊല്ലപ്പെടുന്നതാണ്. രണ്ടാമത്തത് ഷിബുൽ അംദ് എന്ന് പറയും. ഷിബുൽ അംദ് എന്ന് പറഞ്ഞാൽ അവൻ മനഃപൂർവ്വം കൊല്ലാൻ എന്ത് ചെയ്തിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ മരിച്ചുപോയി. ഇതിനെ പണ്ഡിതന്മാർ പറയുന്നത് അത് പൊതുവെ ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ ഉപയോഗിക്കാത്തതായ വല്ല വസ്തുവും കൊണ്ടാണ് ഇവന് തല്ലുകയോ മറ്റോ ഒക്കെ ചെയ്തത്, പക്ഷേ മരിച്ചുപോയി. ഏതുപോലെ ഒരാളൊരു വടിയെടുത്തുകൊണ്ട് മറ്റൊരാൾ അടിച്ചു. പൊതുവെ വടിയെടുത്തുകൊണ്ട് ഒരാൾ അടിച്ചാൽ അയാൾ മരിച്ചു പോവില്ല, പക്ഷേ അടിയുടെ ആഘാതം കാരണത്താലോ വല്ല മർമ്മത്തിലും കൊണ്ടത് കാരണത്താലോ ഇയാൾ മരണപ്പെടുകയുണ്ടായി. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഖാദി അത് തീരുമാനിക്കുക, ഇവന് കടുത്ത ദിയ ഉണ്ടാകും, ബ്ലഡ് മണി ഉണ്ടാകും. ഈ വ്യക്തിക്ക് വേണ്ടി അതിൻ്റെ രക്ഷാധികാരികളായ ആൾക്ക്, ആരാണോ മരണപ്പെട്ടത് അയാളുടെ ആൾക്ക് വലിയൊരു എമൗണ്ട് അയാൾ കൊടുക്കേണ്ടി വരും. കാരണം മനഃപൂർവ്വമുള്ള കൊലയല്ല, സംഭവിച്ചു പോയതാണ്, പക്ഷെ വലിയൊരു കാര്യം അതിൽ കൊടുക്കേണ്ടി വരും. മൂന്നാമത്തെ കൊല അൽ ഖത്ലുൽ ഖത എന്ന് പറയും. അബദ്ധവശാൽ, കയ്യബദ്ധം കൊണ്ട് മരിച്ചു പോവുക. കാരണം ഒരാൾ അങ്ങനെ കൊല്ലാനുള്ള ഒരു നിയത്തും ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് ഒരാൾ വാഹനം ഓടിച്ചു പോവുകയാണ്, പെട്ടെന്നൊരു വളവിൽ ഒരാൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നു, ഒരാൾ നടന്നു വന്നു, ഇയാൾ ബ്രേക്ക് അടിക്കുന്നതിന് മുമ്പ് ഇയാൾ അടിച്ചു, ഉടനെ തന്നെ അയാൾ മരിച്ചുപോയി. ഇങ്ങനെ സംഭവിച്ചാൽ ഖത്ലുൽ ഖത എന്നാണ് പറയുക. ഇവിടെയും ഇത്തരത്തിൽ സംഭവിച്ചാലും എന്ത് ചെയ്യുകയില്ല, ഇത്തരത്തിൽ സംഭവിച്ചാലും അയാൾക്ക് പകരം കൊല്ലപ്പെടുകയില്ല, കൊന്നവൻ കൊല്ലപ്പെടുകയില്ല, മറിച്ച് അയാൾ അബദ്ധത്തിൽ സംഭവിച്ചതാണ്. പക്ഷെ ഇവിടെ ബ്ലഡ് മണി കൃത്യമായിട്ട് സഹോദരങ്ങൾ ദിയ അത് നൽകേണ്ടി വരും, വലിയ കടുത്ത പ്രായശ്ചിത്തവും ഇയാൾക്കുണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തതുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ 2, ഒരാൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നാലാണ് യഥാർത്ഥത്തിൽ കൊന്നവനായ മുസ്ലിം കൊല്ലപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു മുസ്ലിം ഒരു കാഫിറിനെ കൊല്ലുക എന്നുള്ളത് നിഷിദ്ധമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കൊല്ലാൻ പാടില്ല. അത് ഉടമ്പടിയിലുള്ളവനാകട്ടെ ഏത് രൂപത്തിലുള്ളവനാകട്ടെ ഒരു മുസ്ലിം മറ്റൊരു കാഫിറിനെ കൊല്ലുക എന്നുള്ളത് നിഷിദ്ധമായ വൻപാപമായ സ്വർഗം നിഷിദ്ധമാകുന്ന കാര്യമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു മുസ്ലിം ഒരു കാഫിറിനെയാണ് കൊന്നതെങ്കിൽ അവന് പ്രതിക്രിയയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ലാ യഖ്തുൽ മുസ്ലിമുൻ ബി കാഫിർ, ഒരു മുസ്ലിം കാഫിറിന്റെ പേരിൽ കൊല്ലപ്പെടുകയില്ല. മുസ്ലിമായ ഒരു വ്യക്തി ഒരു കാഫിറിനെ കൊന്നാൽ അതിനു പകരം ഇസ്ലാമിക ഭരണകൂടം അയാളെ തിരിച്ചു കൊല്ലുകയില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം ആ കാര്യം അനുവദനീയമാണെന്നോ അത് നിസ്സാരമാണോ എന്നല്ല, അത് ഗൗരവമുള്ളതാണ്. ലം യരിഹ് റായിഹത്തൽ ജന്ന, അവന് സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന് തുടങ്ങി അതിൻ്റെ ഗൗരവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിയമം ലാ യഖ്തുൽ മുസ്ലിമുൻ ബി കാഫിർ, ഒരു മുസ്ലിം കാഫിറിനെ കൊന്നാൽ അതിന് പകരമായി കൊല്ലപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇതിലെന്തൊക്കെയുണ്ട്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ മനഃപൂർവ്വം കൊന്നാൽ ഈ കൊന്നവൻ കൊല്ലപ്പെടും. ഒരു മുസ്ലിം ഒരു കാഫിറിനെ കൊന്നു കഴിഞ്ഞാൽ, അതായത് ഒരു മുസ്ലിം ഒരു കാഫിറിനെ കൊന്നു കഴിഞ്ഞാൽ അതിന് പകരം കൊല്ലപ്പെടുകയില്ല. ഇത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു. ഇനി ഒരു കാഫിർ ഒരു മുസ്ലിമിനെ കൊന്നാൽ ആ കാഫിർ കൊല്ലപ്പെടുന്നതായിരിക്കും. ഒരു കാഫിർ ഒരു കാഫിറിനെ കൊന്നാൽ അപ്പോഴും ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ ആ കാഫിർ കൊല്ലപ്പെടുന്നതായിരിക്കും. ഇതെല്ലാമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കുക.
ഇനി ഇവിടെ പിന്നെ ചർച്ച ചെയ്തിട്ടുള്ളത്, ഇനി പുരുഷനും സ്ത്രീയും തമ്മിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആണ് പെണ്ണിനെ കൊന്നാൽ അത് കൊല്ലപ്പെടും, ഇനി പക്ഷെ പെണ്ണാണിനെ കൊന്നാൽ കൊല്ലപ്പെടുകയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആണും പെണ്ണും ഈ വിഷയത്തിൽ ഒരുപോലെ തന്നെയാണ്. ആണ് ആണിനെ കൊന്നാലും കൊല്ലപ്പെടും, ആണ് പെണ്ണിനെ കൊന്നാലും കൊല്ലപ്പെടും. ഇനി പെണ്ണ് ആണിനെ കൊന്നാലും കൊല്ലപ്പെടും, പെണ്ണ് പെണ്ണിനെ കൊന്നാലും കൊല്ലപ്പെടും. മുസ്ലിമാണോ അത് കൊല്ലപ്പെട്ടവൻ മുസ്ലിമാണ് എങ്കിൽ അത് കൊല്ലപ്പെടുന്നതാണ് എന്നാണ്. പിന്നീട് അവർ ചർച്ച ചെയ്ത മറ്റൊരു കാര്യം, ഹൽ യുഖ്തലുൽ വാലിദു ബിവലദിഹി, മകൻ ഉപ്പയെ കൊന്നാൽ, അല്ല ഉപ്പ മകനെ കൊന്നാൽ, ഉപ്പ മകനെ കൊന്നാൽ അതിനു പകരമായിട്ട് ഉപ്പയെ ഇസ്ലാമിക ഭരണകൂടം എടുത്തുപോയി, ഇസ്ലാമിക ഭരണകൂടം അത് വെച്ച് കൊല്ലുമോ എന്നുള്ളതാണ്. അത് കൊല്ലപ്പെടുകയില്ല എന്നാണ്. കാരണം ഹദീസിൽ കാണാം, ലാ യുഖാദുൽ വാലിദു ബിൽ വലദ്, അതുപോലെ ലാ യുഖ്തലുൽ വാലിദു ബിവലദിഹി എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. മകൻ വൻ പാപമാണ്, യാതൊരു സംശയവുമില്ല, വൻ പാപമാണ്. ഷിർക്കിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നത് തന്നെ. യാതൊരു സംശയമില്ല, വൻപാപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിനോടൊപ്പം എണ്ണിയിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കൾ അനുസരണക്കേട് കാണിക്കുക. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ സഹോദരങ്ങളെ, ഒരു ഉപ്പ മകനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള അനുസരണക്കേടോ മറ്റോ ഒക്കെ കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ഉപ്പ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ പകരമായി ഉപ്പയെ കൊല്ലുക എന്നുള്ളത് അത് ദീനിലില്ല എന്നുള്ളതാണ്. ഒന്നാമത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്താണ്. രണ്ടാമത് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുള്ളത്, ഉപ്പയാണ് യഥാർത്ഥത്തിൽ മകൻ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കിയത്. അതുകൊണ്ട് തന്നെ തിരിച്ച് ഉപ്പയെ ഇല്ലാതാക്കാൻ മകനൊരു കാരണമാകുക എന്നുള്ള നിയമം അത് ഉണ്ടാവുകയില്ല. കാരണം ഉപ്പ മകൻ ഉണ്ടാവാൻ കാരണമായി അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് മകനെ കൊണ്ട് ഉപ്പയെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം, വന്നഫ്സു ബിൻ നഫ്സി എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, വത്താരിക്കു ലിദീനിഹി, വത്താരിക്കു ലിദീനിഹി, ഒരാൾ ദീൻ ഉപേക്ഷിച്ചാൽ. ദീൻ ഉപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരാൾ ഇസ്ലാം ദീൻ ഉപേക്ഷിച്ച് ഏത് ദീനിലേക്ക് പോയാലും ഇസ്ലാമിക ഭരണകൂടത്തിൽ അവൻ കൊല്ലപ്പെടുന്നതായിരിക്കും. ഇസ്ലാം ഉപേക്ഷിച്ച് മറ്റൊരു ദീനിലേക്ക് ഒരാൾ പോയാൽ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഒരാൾ നസ്രാണി യഹൂദിയായി മാറി, യഹൂദി നസ്രാണിയായി മാറി, അല്ലെങ്കിൽ നസ്രാണി മതമില്ലാത്തവനായി മാറി, ഇതൊന്നും ഇവിടെ ഇല്ല. മുസ്ലിം അവൻ ഇസ്ലാം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലുമൊക്കെ മതത്തിലേക്ക് പോയാൽ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് അതിൻ്റെ നിയമം അവൻ കൊല്ലപ്പെടുക എന്നുള്ളതാണ്. ചില ആളുകൾ വിചാരിക്കും ഇത് വലിയ ക്രൂരതയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. കാരണം അല്ലാഹു തആലയുടെ കാരുണ്യമാണ്. ഒരാൾ ഇങ്ങനെ പേടിച്ചിട്ടെങ്കിലും ഇസ്ലാം ഉപേക്ഷിക്കാതിരുന്നാൽ അതവൻ നാളെ സ്വർഗത്തിലെത്താനുള്ള കാരണമായി തീരും. അവൻ കാഫിറായി പോയാൽ എന്താണ് സംഭവിക്കുന്നത്? അവൻ നരകത്തിൽ കാലാകാലം കത്തിയെരിയുന്ന വലിയ നഷ്ടത്തിലേക്കാണ് അവൻ പോകുന്നത്. അങ്ങനെ പോകാതിരിക്കാൻ ദീനിൻ്റെ നിയമമാണ്, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയമമാണ്. അവൻ അങ്ങനെ പോകാതിരിക്കുന്നതിന് യഥാർത്ഥത്തിൽ കാരുണ്യമാണ്. പക്ഷെ അത് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം ഉണ്ടാകണം. എന്തിനാണ് ഈ ദീൻ, എന്തിനാണ് നമ്മെ പടച്ചത് എന്നുള്ള വിശ്വാസം ഉണ്ടാകണം. ഇതൊന്നും വിശ്വാസമില്ലാത്ത ഏതെങ്കിലും ഒരു യുക്തിയുമായി വരുന്നവന് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബദ്ദല ദീനഹു ഫഖ്തുലു, ആരെങ്കിലും ഒരുവൻ ദീൻ അത് മാറ്റിക്കഴിഞ്ഞാൽ അവനെ നിങ്ങൾ കൊന്നുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നു, അത്താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജമാഅത്തിനെ വേർപെട്ടുകൊണ്ട് ദീൻ ഉപേക്ഷിച്ചവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അൽ മുഫാരിഖു ലിൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതൊരേ സിഫത്താണ്. ദീൻ ഉപേക്ഷിച്ചവൻ അവൻ ജമാഅത്തിനെ ഉപേക്ഷിക്കുന്നവനാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീൻ ഉപേക്ഷിക്കുന്നവൻ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ ജമാഅത്തിൽ നിന്നും വിട്ടുപോകുന്നവനാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ 3 കാര്യം എന്നാണ് പറഞ്ഞത്, അതല്ലാതെ നാലാമത്തെ ഒരു കാര്യമല്ല. ദീൻ ഉപേക്ഷിക്കുന്നവൻ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ ജമാഅത്തിൽ നിന്നും വേർപെട്ടു പോകുന്നതാണ്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ മാത്രം നടക്കേണ്ട കാര്യമാണ്. അതല്ലാതെ നമ്മുടെ നാടുകളിലോ അതല്ലെങ്കിൽ അതുപോലെയുള്ള അനിസ്ലാമിക നാടുകളിലോ ഈ നിയമം നമുക്ക് നടപ്പാക്കാൻ യാതൊരുവിധ അനുവാദവും ദീനുൽ ഇസ്ലാം നൽകുന്നില്ല. ഇനി ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ പോലും അവിടെയുള്ള മുസ്ലിമായ ഒരു പൗരന് സ്വന്തമായി ഈ നിയമങ്ങൾ നടപ്പാക്കാൻ സാധിക്കുകയില്ല. അത് അവൻ്റെ സ്വന്തം വീട്ടിലുള്ള കാര്യമാണെങ്കിൽ പോലും. ഒരാൾക്ക് തൻ്റെ വീട്ടിലുള്ള ഭരണീയനാണ് എന്ന ഹദീസുകളുണ്ട്. അല്ല, ഒരാൾ ഓരോ വീട്ടിലെയും
ഭരണാധികാരിയാണ് എന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരാൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ വാപ്പാക്ക് മകൻ്റെ കൈവെട്ടാൻ അനുവാദമുണ്ടോ? ഇല്ല. അത് ഇസ്ലാമിക ഭരണകൂടമാണ് തീരുമാനിക്കേണ്ടത്. അതല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ കൊന്നതായി അറിഞ്ഞു, പുറത്താരും അറിഞ്ഞിട്ടില്ല, പകരം ഖിസാസ് നടപ്പാക്കാൻ അവിടെയുള്ള വാപ്പാക്ക് അനുവാദമില്ല. ഇസ്ലാമിക ഭരണകൂടത്തിന് മാത്രമേ അത് അനുവാദമുള്ളൂ. ഖാദിയാണത് തീരുമാനമെടുക്കേണ്ടത്. ഏത് കാര്യത്തിലാകട്ടെ, വ്യഭിചാരത്തിൻ്റെ വിഷയത്തിലാകട്ടെ, ഏത് കാര്യത്തിലാകട്ടെ സഹോദരങ്ങളെ, അതാണ് ഇസ്ലാമിക ഭരണകൂടമുള്ള രാജ്യത്ത് തന്നെ നിയമം അതാണ്. ആർക്കും മുസ്ലിമായ ഓരോ പൗരനും അങ്ങനെ നിയമം കയ്യിലെടുക്കുക എന്നുള്ളത് ദീൻ അനുവാദം നൽകുന്നില്ല. മറിച്ച് അത് കൃത്യമായി ഇസ്ലാമിക മഹ്കമകളുണ്ട്, കോടതികളുണ്ട്. അവിടെ ഖാദിയാണ് കാര്യങ്ങൾ കേട്ടിട്ട് ഇസ്ലാമിക നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വിധി പ്രഖ്യാപിക്കുക. അതിനനുസരിച്ച് മാത്രമാണ് അതിൻ്റെ ഖിസാസത്തിൻ്റെ പ്രതിക്രിയ നടക്കുക. അതല്ലാതെ സഹോദരങ്ങളെ, നമുക്ക് ഇതുപോലെയുള്ള അനിസ്ലാമികമായ രാജ്യങ്ങളിൽ നമുക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ ഇത്തരം നിയമങ്ങൾ നടപ്പാക്കാൻ ശരീഅത്ത് നമ്മളെ പറഞ്ഞിട്ടില്ല, നമ്മളോടത് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.